നമ്മളെ ഈ ഒരു പ്രോജക്റ്റിന്റെ പേര് അപെക്സ് ടോക്കൺ എന്നാണ്. അപെക്സ് ടോക്കൺ മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ. ഇന്ന് 3 നെറ്റ്വർക്കിൽ നമുക്ക് അവൈലബിൾ ആവുന്ന ഒരു ടോക്കൺ ആണ്, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസിയാണ് അപെക്സ് ടോക്കൺ. അത് ബിനാൻസ്, അത് എത്തേറിയം, അതോടൊപ്പം തന്നെ ട്രോൺ, ഈ 3 നെറ്റ്വർക്കിലും അവൈലബിൾ ആവുന്ന ഒരു ടോക്കൺ ആണ്. നമ്മൾ ഓൺ എക്സ്ചേഞ്ചിൽ നമ്മളെ ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ടാണ് ഈ അപെക്സ് ടോക്കൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റ് അപെക്സ് ടോക്കണിന്റെ എല്ലാ പ്രോജക്റ്റുകളും ഇപ്പൊ ICO ലോഞ്ച് പാഡ്, NFT മാർക്കറ്റ് പ്ലേസ്, ടോക്കൺ ഡെവലപ്മെന്റ്, എസ്ക്രോസ് സിസ്റ്റം, ഡെയ്ഫൈ സിസ്റ്റം, ഇതെല്ലാം നമ്മളെ എക്സ്ചേഞ്ചുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മളെ എക്സ്ചേഞ്ചിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇന്ത്യൻ രൂപയാണെങ്കിൽ അത് നമുക്ക് ആവശ്യമുണ്ട്. ആ പണം നമ്മൾ ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ആ പണത്തിന് വാല്യൂ ഉണ്ടാവുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ കറൻസി പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഇത്തരത്തിലുള്ള എല്ലാ പ്രോജക്റ്റുകളും റൺ ചെയ്യുന്നുണ്ട്. ഈ പ്രോജക്റ്റുകളൊക്കെ റൺ ചെയ്യണമെങ്കിൽ നമ്മുടെ കറൻസി ആവശ്യമായി വരികയും തീർച്ചയായിട്ടും ആ കറൻസിയുടെ ഡിമാൻഡ് കൂടുകയും അതോടൊപ്പം തന്നെ അതിന്റെ വാല്യൂ കൂടും. ഇതാണ് ഒരു ഓവറോൾ അപെക്സ് ടോക്കണിന്റെ പ്രോജക്റ്റ്. അതിൽ റീസെന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് AI പ്രഡിക്ഷൻ സിസ്റ്റം കൂടി വരുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളും ലഭിക്കും. ദെൻ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നറിയാത്ത ആളുകൾക്ക് വാട്ട് ഈസ് ക്രിപ്റ്റോ കറൻസി? ഭൂരിപക്ഷ ആളുകൾ സംബന്ധിച്ചും എന്താണ് ഈ കറൻസി എന്നറിയില്ല. ഒരുപാട് കറൻസീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ക്രിപ്റ്റോ കറൻസിക്ക് അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ്? എന്തുകൊണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ ഇന്ന് ക്രിപ്റ്റോ വേൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം എവല്യൂഷൻ ഓഫ് മണി നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. എവല്യൂഷൻ ഓഫ് മണി എന്ന് പറഞ്ഞാൽ പണത്തിനൊരു ആവശ്യം ഉണ്ടായത് നമുക്കറിയാം സാധനങ്ങൾ ക്രയവിക്രയം നടത്താനാണ്. ഇപ്പൊ നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് സാധനങ്ങൾ കൈമാറിയെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പശുവിനെ കൊടുത്ത് അല്ലെങ്കിൽ ആടിനെ വാങ്ങുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ നമ്മളെ നാട്ടുമ്പുറ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേന കൊടുത്ത് ചേമ്പ് വാങ്ങുന്ന സിസ്റ്റം, അങ്ങനെ സാധനങ്ങൾ കൈമാറുന്ന ഒരു സിസ്റ്റം ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അതിന് പ്രിമിറ്റീവ് അല്ലെങ്കിൽ ഒരു ബാർട്ടർ സിസ്റ്റം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊരിക്കലും എപ്പോഴും ആക്യുറേറ്റ് ആവില്ല. ഒരുപക്ഷെ നമ്മളെ വീട്ടിലുള്ള ഒരു സാധനത്തിന് നമ്മൾ കൃത്യമായിട്ട് മറ്റൊരു സാധനം പകരം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനുശേഷം ഇത് കൃത്യതയാർന്ന അതാക്കാൻ വേണ്ടിയിട്ടാണ് പ്രഷ്യൽ മെറ്റൽസ് വന്ന സമയത്ത് മെറ്റലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ചെമ്പ്, വെള്ളി, നാണയങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ നാണയങ്ങൾ കൊടുത്താൽ അതിന് പകരം അരി വാങ്ങുന്നു, അല്ലെങ്കിൽ പശുവിനെ വാങ്ങാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങാം, അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും വാങ്ങുന്ന ഒരു സിസ്റ്റം നാണയങ്ങൾ. അപ്പൊ നാണയങ്ങളും കൃത്യമായിട്ട് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം അല്ല. നമുക്ക് പല രീതിയിൽ പല ആളുകൾക്ക് പല രീതിയിൽ നാണയങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ അത് നമുക്കൊരു ഒരു ബേസ് ചെയ്ത് ഗുഡ്സിനെ ബേസ് ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു കൃത്യത ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങൾ കറൻസി ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിനെയാണ് ഗോൾഡ് ബാക്ക്ഡ് കറൻസി എന്ന് പറയുക. ആദ്യം വന്ന കറൻസി എന്ന് പറഞ്ഞാൽ ഗോൾഡ് എത്രയാണോ ഒരു രാജ്യത്തിന്റെ സമ്പത്ത്, എത്ര ഗോൾഡ് ആണ് അവിടെ സ്റ്റോക്ക് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആ ഗോൾഡിനനുസരിച്ചിട്ട് ഒരു രാജ്യത്തിന് നാണയം ഉണ്ടാക്കാം, കറൻസി ഉണ്ടാക്കാം. അതിനെയാണ് ഗോൾഡ് ബാക്ക് എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഗോൾഡ് സമ്പത്തുള്ള ആളുകളുടെ കറൻസിക്ക് അത്രയും വാല്യൂ ഉണ്ടാവും. അതിനനുസരിച്ചാണ് കറൻസി ഉണ്ടാകുക. പക്ഷേ ഇതും ഗോൾഡിന്റെ വിലയുടെ വാല്യുവേഷനിൽ മാറ്റങ്ങൾ വരിക, പുതിയ മൈനിങ് കാര്യങ്ങൾ കണ്ടെത്തുക, പല രീതിയിൽ ഗോൾഡ് ഇത് കണ്ടെത്തുക, ഇതൊന്നും കൃത്യമായിട്ട് ഒരു രാജ്യത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസി ഒന്നും അതിനെയാണ് ഫിയറ്റ് കറൻസി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ മൊത്തം ഗ്രോത്ത് ആണ് ആ രാജ്യത്തിന്റെ കറൻസി. ഒരു പക്ഷേ ആ മൊത്തം ഗ്രോത്ത് അല്ലാതെ കറൻസി നമ്മൾ പ്രിന്റ് ചെയ്താൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിന്റെ കറൻസിക്ക് ഇത് വാല്യൂ ഉണ്ടാവില്ല. അത്തരത്തിൽ ഒരുപാട് വാല്യൂ കുറഞ്ഞ രാജ്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഇന്നുള്ള മോഡൽ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോഴാണ് ഇന്റർനാഷണൽ ലെവലിൽ വലിയ വലിയ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഏത് കറൻസിയിൽ ചെയ്യണം എന്നുള്ളത് ഒരു നിർണായകമായിട്ട് മാറി. കാരണം മറ്റൊന്നുമല്ല, ഒരുപക്ഷെ ഇന്ത്യൻ കറൻസിയിൽ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ടാറ്റ ഗ്രൂപ്പ് പോലെ, റിലയൻസ് ഗ്രൂപ്പ് പോലെ, അദാനി ഗ്രൂപ്പ് പോലെ മൊത്തം ഇന്ത്യൻ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ ഇന്ത്യൻ കറൻസിക്ക് നാളെ ഒരു ഇടിവ് സംഭവിച്ചാൽ അവരുടെ അസറ്റ് മൊത്തം ഇന്റർനാഷണൽ ലെവലിൽ താഴോട്ട് പോകുന്നുള്ളതാണ്. ഇതുപോലെ തന്നെ US ഡോളറിൽ മൊത്തമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഒരുപക്ഷെ US ഒരു ഇൻഫ്ലേഷൻ വന്നു, സാമ്പത്തിക മാന്ദ്യം വന്നു, ബാങ്കുകൾ വരെ തകർന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ഡോളറിന് ഒരു വലിയ പ്രോബ്ലം വരുന്ന കേസ് വന്നാൽ അവിടുത്തെ മാർക്കറ്റും ഇടിയുന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കറൻസിക്ക് അവിടെയാണ് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ആ സമയത്താണ് ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ബിറ്റ്കോയിൻ ലോഞ്ച് ചെയ്യുന്നത്. നമുക്കറിയാം അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞത് ഇന്ത്യയിലാണെങ്കിലും US ലോകത്ത് എവിടെയാണെങ്കിലും അതിനൊരു വാല്യൂ ആണ്. നമുക്ക് ഒരിക്കലും അത് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ US ഡോളറിലേക്ക് നമ്മൾ എക്സ്ചേഞ്ചിൽ പോയിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം.
അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ യു എയിലേക്ക് പോവാണെങ്കിൽ നമ്മൾ അവിടത്തേക്കുള്ള ദിർഹം വാങ്ങിച്ചു പോകണം. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ നോർമൽ കറൻസി. പക്ഷെ ഡിജിറ്റൽ കറൻസിയുടെ പ്രത്യേകത, ഇന്ന് നമുക്ക് ഇന്ത്യയിൽ നമ്മൾ നമ്മുടെ വാലറ്റിൽ ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ടെങ്കിൽ അത് ലോകത്ത് എവിടെ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. അതായത് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കറൻസീസ് ആണ്. ധൈര്യമായിട്ട് ഏതൊരു വ്യവസായിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ആ കറൻസിയുടെ മൂല്യം ഏത് രാജ്യത്തൊരു ഒരു രാജ്യത്തിന്റെ മാർക്കറ്റിനനുസരിച്ചോ മറ്റു കാര്യങ്ങൾക്കനുസരിച്ചോ മാറില്ല. അതുകൊണ്ടാണ് ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്രിപ്റ്റോ മേഖലയാണ്. ക്രിപ്റ്റോ കറൻസി എന്തുകൊണ്ടാണ് ഫ്യൂച്ചർ ഓഫ് മണി എന്ന് പറയപ്പെടുന്നത്? കാരണം മറ്റൊന്നുമല്ല, ക്രിപ്റ്റോ കറൻസിയുടെ ഡീലിംഗ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളെയൊക്കെ ഏത് ഇന്ത്യൻ കറൻസി ആണെങ്കിൽ റിസർവ് ബാങ്ക് തൊട്ട് ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും ഒരുപാട് ബിൽഡിങ്ങുകളും ആ കറൻസിയുടെ ട്രാൻസ്പോർട്ടേഷനും അതോടൊപ്പം തന്നെ കറൻസിയുടെ വിനിമയത്തിലും ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെലവുകളുണ്ട്. അല്ലെ, ഇന്ത്യൻ കറൻസി നമ്മൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് അത് മറ്റൊരു കറൻസി ആയിട്ട് ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് വലിയ എക്സ്പെൻസ് വരുന്നുണ്ട്. ഇവിടെ ഇതൊരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ലോകത്തൊരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിടെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാൾ പോലും ഇല്ല, ഒരു സ്ഥാപനം പോലും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു അതോറിറ്റി ആയിട്ടുള്ള ഒരു കാര്യവും വരേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും എന്റെ വാലറ്റിൽ നിന്ന് ഒരു ക്രിപ്റ്റോ കറൻസി അയക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്റെ വാലറ്റിൽ നിങ്ങളിലേക്ക് എത്തുകയും ഒരുപാട് ബ്ലോക്ക് ചെയിനുകളിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് അഡ്രസ്സിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിനൊരു അതോറിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ഓണറിന്റെ ആവശ്യമില്ല. ഇപ്പൊ നാട്ടിൽ നിന്ന് നമ്മളൊരു ജി പേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു പക്ഷേ ചിലപ്പോൾ ജി പേ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് ഫണ്ട് എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്, ഇപ്പം പറയും ബാങ്കിന്റെ പ്രോബ്ലം അല്ല, നിങ്ങൾ അവിടെ ജി പേ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യണം. ഇങ്ങനെ പല വിഷയങ്ങൾ ഉണ്ടാവാറ്. കാരണം അതൊക്കെ ഒരു അതോറിറ്റിയാണ്. ഇത് എപ്പോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താലും ഒരു 15 സെക്കൻഡിനുള്ളിൽ അത് അവിടേക്ക് എത്തുന്നുള്ളതാണ്. അത്ര ആക്യുറസിയാണ്. അത്തരത്തിലുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഒരുപാട് അഡ്വാൻറ്റേജ് കൊടുത്തത് വളരെ സ്പീഡാണ്, ട്രാൻസ്പെറൻസി, സെക്യൂരിറ്റി, കമ്മ്യൂണിക്കേഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം പേപ്പർ ഫ്രീ ആണ്. ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും അല്ലെങ്കിൽ ഒരൊറ്റ സ്ഥാപനം പോലും ഈ ഒരു കറൻസിയുടെ എക്സ്ചേഞ്ചിന് പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ളത് വലിയൊരു മാറ്ററാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കറൻസിയാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയാം. ഇന്ന് എന്തുകൊണ്ട് ലോകം മുഴുവൻ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറുന്നു, ഇൻവെസ്റ്റ്മെന്റ് മാറുന്നു ചോദിച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ഗോൾഡ് 2010 10 ഗ്രാം ഗോൾഡിന്റെ വില എന്ന് പറഞ്ഞത് 20,000 രൂപ. നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കാണുന്നത് ഗോൾഡാണ്. പല ആളുകളും പറയുന്നത് കേട്ടോ, അന്ന് കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു, വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വിലക്ക് വിൽക്കായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഞാൻ ആ ഗോൾഡ് വിറ്റുപോയി, നഷ്ടം. അങ്ങനെ ആ രീതിയിലൊക്കെ കോമൺലി നമുക്ക് ടോക്ക് കാണാം. കാരണം എന്താ വെച്ചാൽ 2010 ഇന്ന് 2024 10 ഗ്രാമിന് ഇന്ന് ഏകദേശം 67,000 കഴിഞ്ഞ് 70,000 ക്രോസ് ചെയ്തു. അപ്പോൾ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ്, വലിയ ഡൗട്ട് ഒന്നുമില്ല, നമുക്ക് വലിയ കാര്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇപ്പുറത്ത് ക്രിപ്റ്റോ മേഖല കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. അതായത് ഈ ഒരു മേഖലയിൽ, ക്രിപ്റ്റോ മേഖലയിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് 2010 0.003 ആണ് ബിറ്റ്കോയിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ ഡോളർ റേറ്റ് വെച്ച് കൂട്ടിയാൽ പോലും, കാരണം അന്ന് ഡോളറിന് കുറച്ചുകൂടി വാല്യൂ കുറവായിരിക്കും, ഇന്ന് 90 USDTക്ക് 90 രൂപ വെച്ച് കൂട്ടിയാൽ പോലും നമുക്കറിയാം 27 പൈസക്ക് ഒരു ബിറ്റ്കോയിൻ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആ ബിറ്റ്കോയിൻ വാങ്ങണമെങ്കിൽ, ഇന്ന് ഞാൻ കുറച്ചു മുമ്പ് ഞാൻ അതിന്റെ വാല്യൂ നോക്കി, $65,000 എന്ന് പറഞ്ഞാൽ 62 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ കൊടുക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, 2010 27 പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു മുതല് ഇന്ന് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ 62 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ പേ ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് സാമാന്യ ബോധമുള്ള നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളെ കോമൺ സെൻസ് വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക, ഗോൾഡ് ആണോ അല്ലെങ്കിൽ ക്രിപ്റ്റോ മേഖലയാണോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വന്നത്? കാരണം 1 രൂപ പോലും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റിന് 62 ലക്ഷം രൂപയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകം മൊത്തം ഈ മേഖലയ്ക്ക് പുറകിലാണെന്ന് മനസ്സിലാക്കാൻ മറ്റൊന്നും വേണ്ട. അപ്പൊ ഈ ക്രിപ്റ്റോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഇതൊരു ലിമിറ്റഡ് സോഴ്സ് ആയിരിക്കും. കാരണം അൺലിമിറ്റഡ് സോഴ്സ് ആണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു പക്ഷേ അതിന്റെ ഡിമാൻഡ് കുറഞ്ഞാൽ, ഡിമാൻഡ് കുറയാൻ മീൻസ് ഒരു പക്ഷേ നമ്മൾ ഇന്ന് മൈൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗോൾഡ് മൈൻ ചെയ്യാൻ പറ്റി, അതല്ലെങ്കിൽ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും രീതിയിലൂടെ ഗോൾഡ് ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ വെറുതെ നമ്മളൊരു പോസിബിലിറ്റി അന്യഗ്രഹത്തിൽ വലിയൊരു ഗോൾഡിന്റെ നിക്ഷേപമുണ്ട്, നമുക്ക് അത് ഇവിടേക്ക് എത്തിക്കാൻ പറ്റി, ഒക്കെ ഡിമാൻഡ് കുറയുന്നതാണ്. അപ്പൊ ഡിമാൻഡ് കുറയും, അല്ലെങ്കിൽ ഇന്ന് ആളുകൾ ഗോൾഡ് ഓർണമെന്റ്സ് യൂസ് ചെയ്യുന്നതിന്റെ ഡിമാൻഡ് കുറയും, ഇങ്ങനെ പല കാര്യങ്ങൾ വരാം. അപ്പൊ ഇതൊക്കെ ഈ ഒരു അൺലിമിറ്റഡ് സോഴ്സ് ആകുമ്പോൾ ഒരു പ്രശ്നമാണ്. പക്ഷെ ലിമിറ്റഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയും ഉണ്ടാവും, വിൽക്കും തോറും അതിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്.
ഇവിടെ ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ പല ആളുകളെ സംബന്ധിച്ച് ഇതിന് പരിചയം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഇന്നും കുറച്ച് വൈകിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ അറിയാറ്, അല്ലെ? ഇപ്പൊ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ 2019 വന്നൊരു ന്യൂസ് അത്, ബ്രെറ്റ്ലി ഡൊണേറ്റ്സ് ബിറ്റ്കോയിൻ ടു ക്രിപ്റ്റോ റിലീഫ് ഫോർ ഇന്ത്യസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് COVID-19. അത് മനസ്സിലാക്കുക, 2019 ക്രിപ്റ്റോ, അതായത് ഇന്ത്യയിലേക്ക് COVID-19 റിലീഫിന് വേണ്ടി ബ്രെറ്റ്ലി ഡൊണേറ്റ് ചെയ്തത് ഒരു ബിറ്റ് കോയിൻ ആയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ബിറ്റ് കോയിൻ ആയിരുന്നു. അത് ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ മനസ്സിലാക്കുക, 2019 പോലും ബ്രെറ്റ്ലി എന്ന് പറഞ്ഞത് ഒരിക്കലും വലിയൊരു ഫിനാൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയുള്ള ആളോ അല്ല. നമുക്കറിയാം, ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. ആ ക്രിക്കറ്റ് പ്ലെയർ പോലും അദ്ദേഹത്തിന്റെ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അസറ്റ് അത് ക്രിപ്റ്റോ കറൻസി ആയിട്ട് അന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു 2019. എന്നിട്ടാണ് ഒരു ബിറ്റ് കോയിൻ അന്ന് ഇന്ത്യയിൽ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യയെ സംബന്ധിച്ച് ക്രിപ്റ്റോയ്ക്ക് ഒരു റെഗുലേഷൻ പോലും വരാത്ത സമയത്ത് പോലും ഇന്ത്യക്ക് ഡൊണേറ്റ് ചെയ്ത ഒരു ക്രിപ്റ്റോ കറൻസി. അന്ന് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 40 ലക്ഷം രൂപയായിരുന്നു. ഇനി ഇത് മാത്രമല്ല, ബിൽഗേറ്റ്സിന്റെ, ലോകത്ത് നമുക്കറിയാം ബിൽഗേറ്റ്സിനെ സംബന്ധിച്ച് അറിയാത്ത ഒരാളുമില്ല. അദ്ദേഹത്തിന്റെ വേർഡ്സ് ആണിത്, നോബഡി ക്യാൻ സ്റ്റോപ്പ് ബിറ്റ് കോയിൻ. കാരണം ബിറ്റ് കോയിൻ ഈസ് എക്സൈറ്റിംഗ് മീ ബിക്കോസ് ഇറ്റ് ഷോസ് ഹൗ ചീപ്പ് ദ ട്രാൻസാക്ഷൻസ് ക്യാൻ ബി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, പേപ്പർലെസ് ആണ്. ലോകത്ത് എവിടെയുള്ള ആൾക്കും എനിക്ക് വിത്തൗട്ട്, അല്ലെ, ഒരു വലിയ എക്സ്പെൻഡിച്ചർ ഇല്ലാതെ ചെറിയൊരു ഗ്യാസ് ഫീൽ, ഒരു പക്ഷേ നമ്മൾ നോർമൽ എക്സ്പെൻഡിച്ചറിന്റെ തൗസൻഡ്സിൽ അല്ലെ 1/3 ഓഫ് തൗസൻഡ്സ് ഒന്നും വരെ വളരെ ചെറിയ ഒരു ട്രാൻസാക്ഷൻ ഫീല് ഇത് നമുക്ക് അയക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കാണുന്ന എലോൺ മസ്ക് ആണ്. എലോൺ മസ്കിന്റെ ഒരുപാട് മുമ്പുള്ള ഒരു ട്വീറ്റ് ആണ്. ഇതിൽ അദ്ദേഹം പറയുന്നതാണ്, ഐ ഹാവ് ഡിസൈഡ് ടു ഗിവ് ഔട്ട് 4000 എത്തേറിയം ടു മൈ ഫാൻസ്. ഇത് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ ഫാൻസിന് 4000 എത്തേറിയംസ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് അതിലാണ് എന്നത് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഫാൻസ് പോലും ഈ ഒരു ക്രിപ്റ്റോ വാലറ്റ് അന്ന് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള, അദ്ദേഹത്തിന്റെ മുഴുവൻ ഫാൻസും അത് കീപ്പ് ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിലായി പോസ്റ്റ് ഇട്ടത്. എന്ന് പറഞ്ഞാൽ അത്രയും പോപ്പുലർ ആയിട്ട് ക്രിപ്റ്റോ മേഖല മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇവിടെ നമുക്ക് മുമ്പിലെത്തുന്ന ഒരു അവസരം, ഒരുപാട് ക്രിപ്റ്റോ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, ഏതൊരു മേഖലയിലാണെങ്കിലും നല്ല നാണയങ്ങളും ഉണ്ടാവും, അതോടൊപ്പം തന്നെ കള്ള നാണയങ്ങളും ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം. ക്രിപ്റ്റോ മേഖല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പല കമ്പനികളും വന്നു, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു ഇവരങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം. കാരണം നമുക്ക് സ്വന്തമായിട്ട് ബ്രെയിൻ ഉണ്ട്. നമ്മൾ ആ ബ്രെയിൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, അല്ലെ, നമ്മളൊരു ഭൂമി ഉണ്ട്, ആ ഭൂമി മൊത്തം നമ്മൾ ഉപയോഗിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരുപാട് പടു ചെടികൾ വളരും, ഒരു ഉപയോഗം ഉണ്ടാവില്ല. അതൊക്കെ പടു ചെടികളായി. ഇതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ആ രീതിയിലേക്ക് മാറിപ്പോകും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുക. ഈ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത്, ഇത് UK ബേസ് ചെയ്തിട്ട് ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. അവിടെ കമ്പനിയുടെ അഡ്രസ് ഉണ്ട്. അവിടെ ഫയലിംഗ് ഹിസ്റ്ററി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 പേജുള്ള PDF ഉണ്ട്. അതിൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ലൈസൻസ്, കമ്പനിയുടെ UK ഓഫീസ് അഡ്രസ്, ഈ കമ്പനിയുടെ CEO അഭിജിത്ത് മാണി, അദ്ദേഹത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്നുള്ള 30 പേജുള്ള ഫയൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത്, അതിന് കപ്പാസിറ്റി ഉള്ള ഒരു CEO ആണ് അഭിജിത്ത് മാണി. ഒരുപക്ഷെ കഴിഞ്ഞ നമ്മളെ പ്രോഗ്രാം, മൂന്നാർ നടന്ന പ്രോഗ്രാമിലൊക്കെ ആൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വലിയ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി. ഈ ഒരു മേഖലയിൽ നമുക്കൊരു അസറ്റാണ്. കാരണം നമ്മളെ ഈ ഒരു കൺസെപ്റ്റിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു CEO നമുക്കുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ പല ക്രിപ്റ്റോ പ്രോജക്റ്റുകളും നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ബിഹൈൻഡ് നമ്മൾ പോയാൽ ഒന്നും കാണില്ല. കാരണം അവരെ സംബന്ധിച്ച് കുറച്ച് ക്യാഷ് കളക്ട് ചെയ്യാന്ന ഉദ്ദേശമാണ്. ഇത് കൃത്യമായിട്ട് ഒരു പ്ലാനോട് കൂടി വന്ന ഒരു കമ്പനി. അതിന്റെ CEO ആരാണെന്നും കമ്പനിയുടെ രജിസ്ട്രേഷൻ എന്താണെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് ഗവൺമെന്റ് സൈറ്റിൽ കയറി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കമ്പനിയുടെ ഓഡിറ്റിംഗ് കഴിഞ്ഞ ഡീറ്റെയിൽസ് ആണ്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത് കമ്പനിയുടെ ടോക്കണോമിക്സ് ആണ്. കമ്പനി ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞത് 15,000 കോടി ടോക്കൺ, 150 ബില്യൺ. അതിൽ 30 ബില്യൺ ERC, BNB 30 ബില്യൺ, TRC 90 ബില്യൺ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ അതിന്റെ കോണ്ടാക്ട് അഡ്രസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ഈ ഒരു കമ്പനി, നമുക്കറിയാം ഏതൊരു ക്രിപ്റ്റോയും ആ ക്രിപ്റ്റോ എന്ന് പറഞ്ഞത് നമുക്ക് വാങ്ങാനും വിൽക്കാനും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റുക. നമുക്ക് ഒരു ക്രിപ്റ്റോ കറൻസി വേറൊരു ഫോം കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് എക്സ്ചേഞ്ച് എന്ന് പറയും. ഇവിടെ നമ്മൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ്.
ഇപ്പൊ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അസ്ബിറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ട്രസ്റ്റ് വാലറ്റ് ഇന്ന് ട്രസ്റ്റ് വാലറ്റ് ലോഗോ അപ്രൂവ് ചെയ്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ടോക്കണാണ് അപെക്സ് ടോക്കൺ. അതോടൊപ്പം തന്നെ കോയിൻ ബിറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇന്ന് അമേരിക്കയിലെ തന്നെ നമ്പർ വൺ എക്സ്ചേഞ്ചുകളിൽ ഒന്നായിട്ടുള്ള ബിറ്റ്മാർട്ടിൽ ഓൾറെഡി കമ്പനി ലിസ്റ്റ് ചെയ്തു. അതിന്റെ ലിസ്റ്റിംഗ് കാര്യങ്ങൾ കഴിഞ്ഞു. അതിന്റെ അനൗൺസ്മെന്റ് ബിറ്റ്മാർട്ടിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുണ്ട്, അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും നിങ്ങൾ മനസ്സിലാക്കുക, അത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ടോക്കണിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു കമ്പനി നമുക്ക് മുമ്പിൽ വെക്കുന്ന എന്താണ് നമുക്ക് മുമ്പുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്, എന്താണ് നമുക്ക് മുമ്പുള്ള അവസരം. ഇവിടെ കമ്പനിയെ സംബന്ധിച്ച് ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, 1 രൂപയുള്ള വിക്സ് മിഠായി നമുക്കറിയാം 14 കോടി. അതിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, അല്ലെ, ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പോ വിരാട് കോഹ്ലി നമുക്കറിയാം ഒരു പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ട്, അല്ലെ, ആദ്യത്തെ ബോൾ മിസ്സാവും, രണ്ടാമത്തെ ബോൾ വിക്സ് മിഠായി കഴിക്കും, പിന്നെ പോകുന്നത് സിക്സർ ആയിരിക്കും. അപ്പൊ തന്നെ നമുക്കറിയാം വിക്സ് മിഠായി കഴിച്ചിട്ടാണ് സിക്സർ അടിച്ചതെന്ന്. ആ രീതിയിലുള്ള ഒരു പരസ്യം നമ്മളൊക്കെ കാണാറുണ്ട്. 14 കോടി രൂപയാണ് ആ പരസ്യത്തിന് അദ്ദേഹം വാങ്ങിച്ചത്. വിക്സ് മിഠായി ഒന്നിന്റെ വില എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. മിനിമം 14 കോടി വിക്സ് മിഠായി കഴിച്ച എമൗണ്ട് ആദ്യം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 150 കോടി ജനങ്ങളാണെങ്കിൽ അതിൽ 10% ആളുകൾ ഇത് വാങ്ങിച്ച പൈസ അത്രയേറെ മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യുന്നു. ആ മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യുന്നു. ഇതേപോലെ കമ്പനിയുടെ നമുക്ക് മുമ്പിൽ ഈ വെക്കുന്ന ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഈ ഒരു ടോക്കൺ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ പല ക്രിപ്റ്റോ പ്രോജക്റ്റുകളും ചെയ്യുക, ഒന്നുകിൽ ഇലോൺ മസ്കിനെ കൊണ്ടോ, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ കൊണ്ടോ, അല്ലെങ്കിൽ ബിൽഗേറ്റ്സിനെ പോലുള്ള വലിയ ആളുകളെ കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിപ്പിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോയിന് വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതൊക്കെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് കൊണ്ട് നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു അവസരവും കിട്ടാല്ല. അവർക്ക് വീണ്ടും വീണ്ടും പണക്കാരായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ കമ്പനി മുന്നോട്ട് വെക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു അവസരം, ഈ കോയിൻ ഇനിഷ്യലി വാങ്ങി സൂക്ഷിക്കാനുള്ള ഒരു അവസരം, ഇതൊക്കെയാണ് കമ്പനി മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായി കമ്പനി ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ്, ഒരു പ്ലാനാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് $50 മുതൽ $10,000 വരെ സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോയിൻ വാങ്ങി സൂക്ഷിക്കാൻ പറ്റും. അതായത് ഒരു ഡോളർ നമുക്കറിയാം 90 രൂപയാണ്. $0.1 ആണ് ഇന്ന് അപെക്സ് ടോക്കണിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9 രൂപ. അല്ലെങ്കിൽ $0.1 വെച്ച് നമുക്ക് കോയിൻ വാങ്ങി ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 365 വർക്കിംഗ് ഡേയ്സിലേക്ക് നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ മിനിമം നമുക്ക് വാങ്ങാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് $50. അങ്ങനെയെങ്കിൽ $50 നമുക്ക് 500 അപെക്സ് ടോക്കൺ നമുക്ക് ലഭിക്കുന്നതാണ്. $50 എന്ന് പറഞ്ഞാൽ 50 × 90 4500 രൂപ മുതൽ നമ്മൾ $100 എന്ന് പറയുമ്പോൾ 100 × 90 9000 രൂപ, 250 പറയുമ്പോൾ 250 × 90 22,500 രൂപ. ദെൻ അങ്ങനെ നമ്മൾ $10,000 എന്ന് പറഞ്ഞാൽ 9 ലക്ഷം രൂപ വരെ നമുക്ക് ഒരു ഐഡിയയിൽ ഈ ഒരു കോയിൻ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ $50 നമുക്ക് 500 അപെക്സ് ടോക്കൺ കിട്ടും. കാരണം ഒരു അപെക്സ് ടോക്കണിന്റെ വില $0.1 ആണ്. അത് $10,000 നമുക്കറിയാം 1 ലക്ഷം അപെക്സ് ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇത് നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്നതുകൊണ്ട് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ എത്ര ഡോളറിനാണോ വാങ്ങിക്കുന്നത് അതിന്റെ 1% നമുക്ക് കമ്പനി ഡെയിലി റിട്ടേൺ തരുന്നുണ്ട്. അതിനുവേണ്ടി കമ്പനി നമ്മൾ ഇടുന്ന എമൗണ്ടിന്റെ ഒരു പെർസെന്റേജ് ഉപയോഗിച്ച് കമ്പനി ട്രേഡ് ചെയ്യുന്നു. അത് ഫോറക്സിലും അതുപോലെ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിലും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിട്ടേൺ ആയിട്ട് $50 ചെയ്തൊരു വ്യക്തിക്ക് $0.5 ഒരു ദിവസം വരുന്നു. അല്ലെങ്കിൽ $100 ചെയ്യുന്ന ഒരു വ്യക്തിക്ക് $1 വരുന്നു. ഞാൻ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇപ്പോ $50 എന്ന് പറഞ്ഞാൽ 4,500 രൂപ ഈ കോയിൻ വാങ്ങുന്ന ഒരു വ്യക്തിക്ക് 45 രൂപ ഡെയിലി കമ്പനി ട്രേഡിംഗ് ഇൻകം തരുന്നു. $100 അതായത് 9,000 രൂപ കോയിൻ വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഡെയിലി 90 രൂപ കമ്പനി തരുന്നുണ്ട്. ഇനി ഇത് 10,000 എന്ന് പറയുമ്പോൾ 10,000 × 90 90,000 രൂപയ്ക്ക് കോയിൻ വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഡെയിലി 900 രൂപ കമ്പനി എന്ത് ചെയ്തിരുന്നു. ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് കോയിൻ വാങ്ങിച്ചാൽ ഡെയിലി 1000 രൂപ. അങ്ങനെ വർക്കിംഗ് ഡേയ്സിൽ, ഒരു മാസം വർക്കിംഗ് ഡേയ്സിൽ 22 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഒരു 22,000 രൂപ മാസം, 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഈ ഒരു കോയിൻ വാങ്ങി സ്റ്റേക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മന്ത്ലി 20,000 to 22,000 റുപ്പീസ് ഇൻകം കിട്ടുന്ന ഒരു വണ്ടർഫുൾ പ്രോജക്റ്റ് ആണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക,
ആ ഒരു പ്രോജക്റ്റ്, ഈ ഒരു പ്രോജക്റ്റ് അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ സ്റ്റേക്ക് ചെയ്ത് ഇങ്കാണോ? ഒരു പക്ഷെ നമ്മളെ സുഹൃത്തുക്കളോ ഫ്രണ്ട്സോ ഒക്കെ വീണ്ടും എന്ത് ചെയ്യാണ്ടാവും, സ്റ്റേക്ക് ചെയ്യാൻ ആളുകൾ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ കോയിൻ വാങ്ങാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് എന്നുള്ളത്. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയട്ടെ. ഈ ഒരു 365 ദിവസം നമ്മൾ സ്റ്റേക്ക് ചെയ്താൽ 1 ലക്ഷം രൂപ ഏഹ്, ഇത് കോയിൻ വാങ്ങുന്ന ഒരു വ്യക്തിക്ക് 365 ദിവസം കഴിയുമ്പോൾ ഡെയിലി 1000 രൂപ വെച്ച് 365 ദിവസം കഴിയുമ്പോൾ 3,60,50,000 രൂപ റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു മാസം 30-ാം തീയതി വരെ ആയിരിക്കും ആ ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ കമ്പനിയിൽ ഉണ്ടാവുക. അതിനുശേഷം വരുന്ന ആളുകളെ സംബന്ധിച്ച് ഈ 365 ദിവസത്തിന് പകരം 225 ദിവസം എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ടാവും. അതായത് ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 2,25,000 രൂപ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ. അതിനുശേഷം വേണമെങ്കിൽ അവർക്ക് വീണ്ടും റീടോപ്പ് അപ്പ് ചെയ്ത് അതേ പ്ലാനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം ഈ കമ്പനി ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ മുന്നോട്ട് പോകും തോറും സംബന്ധിച്ച് കമ്പനിയെ സംബന്ധിച്ച് റിവാർഡ്സ്. അപ്പൊ നമുക്കറിയാം ഏതൊരു പ്രോജക്റ്റിനും സംബന്ധിച്ചു അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി മാക്സിമം ആയിരിക്കും. പിന്നെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനുള്ള അഡ്വർടൈസ്മെന്റ് പാർട്ടൊക്കെ പതിയെ പതിയെ കുറഞ്ഞു വരുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് മുമ്പിൽ ഒരു 3-4 വർഷം കിട്ടുന്ന ഒരു അവസരമാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ദെൻ ഇനി നമ്മളെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എന്താണ് അവസരം എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി നമ്മളിലൂടെ ഈ ഒരു അവസരത്തെ കുറിച്ച് അറിയാനും ഈ ഒരു കോയിൻ പർച്ചേസ് ചെയ്യാനും തയ്യാറായാൽ അവർ പർച്ചേസ് ചെയ്യുന്ന കോയിന്റെ 10% നമുക്ക് കമ്പനി ഇൻകം തരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്ത് കോയിൻ വാങ്ങി സ്റ്റേക്ക് ചെയ്യാൻ തയ്യാറായാൽ ആക്ക് സ്റ്റേക്കിംഗ് റിവാർഡ് കിട്ടുന്നു. മാസം 22,000 കിട്ടുന്നു. അതിൽ പുറമെ നമുക്ക് എന്ത് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, അവര് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങുമ്പോൾ 10,000 രൂപയുടെ USDT നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അത് നമുക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ 10% നമുക്ക് റിവാർഡായിട്ട് കമ്പനി തരുന്നു. ഇത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു ടീം ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ ഒരു പക്ഷേ അതിനുവേണ്ടി കമ്പനി നമുക്കൊരു ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ എന്റെ ലെഫ്റ്റ് ചാനലിൽ കോയിൻ പർച്ചേസ് ചെയ്യുന്നത് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്തു, റൈറ്റ് ചാനലിൽ കോയിൻ പർച്ചേസ് ചെയ്യുന്നത് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ സമയത്ത് ഇത് രണ്ടും ഞാനാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഓൾറെഡി അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് 10% ഇൻകം എനിക്ക് തരുന്നു. ഇപ്പൊ എന്റെ സുഹൃത്ത് 1 ലക്ഷം രൂപയ്ക്ക് കോയിൻ വാങ്ങിച്ചാൽ അതിന്റെ 10% 10,000 രൂപയുടെ USDT എനിക്ക് കിട്ടുന്നു. എന്റെ റിലേറ്റീവ് ഒരു 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു 10% ഒരു 10,000 രൂപയ്ക്ക്. അപ്പൊ ടോട്ടൽ 2 ലക്ഷം രൂപ എന്റെ രണ്ട് സുഹൃത്തുക്കൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 20,000 രൂപ റിട്ടേൺ കിട്ടുന്നു ഡയറക്റ്റ് റെഫറലെങ്കിൽ. ബൈനറി ആയിട്ട് ഇത് മാച്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും മാച്ച് ചെയ്തത് വഴി വീണ്ടും 10,000 രൂപ വരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപ, ഓരോ 1 ലക്ഷം രൂപ എന്റെ സുഹൃത്തുക്കൾ ഈ ഒരു പ്രോജക്റ്റ് വാങ്ങുമ്പോൾ ടോട്ടൽ 30,000 എനിക്ക് റിട്ടേൺ കിട്ടുന്നില്ല. ഇത് ഫ്യൂച്ചറിൽ ഒരുപക്ഷെ നമ്മളെ സുഹൃത്ത് അല്ലെങ്കിൽ റിലേറ്റീവ് ഇത് പ്രൊമോട്ട് ചെയ്താൽ നമ്മുടെ ലെഫ്റ്റിൽ എത്ര പോയിന്റ്സ് എത്ര ഡോളറിന്റെ ബിസിനസ് നടക്കുന്നോ അതിന് നമുക്ക് 10% ഇൻകം നടക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലെഫ്റ്റ് ചാനലിൽ ഒരു 10 മെമ്പേഴ്സ് വന്നു, റൈറ്റ് ചാനലിൽ ഒരു 10 മെമ്പേഴ്സ് വന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഒരു 10 മെമ്പേഴ്സ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഡോളർ കൂടും. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ഒരു 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ കോയിൻ ആണ് ഈ 10 പേരിലൂടെ വിറ്റുപോയതെങ്കിൽ ലെഫ്റ്റും റൈറ്റും വന്നെങ്കിൽ നമുക്കറിയാം $1,000 മാച്ച് ചെയ്തു അതിന്റെ 10% $100 എന്റെ ഇൻകം ആയിട്ട് റിലീസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ലെഫ്റ്റും റൈറ്റിലും മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ വരുമാനവും കൂടും. ഇപ്പൊ $100 എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ല. 100 × 90 നമുക്ക് 9,000 രൂപ ഇൻകം കിട്ടുന്നു. ചിലപ്പോൾ ഒരു പക്ഷെ നാളെ നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ ഈ 10 എന്നുള്ളത് 20 മെമ്പേഴ്സ് ആവാം. തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് കൂടും. അങ്ങനെ ബിസിനസ് കൂടി കൂടി ഒരു അൺലിമിറ്റഡ് ഇൻകത്തിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് കമ്പനി ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് ഇതാണ്, നമുക്ക് ഒരു ദിവസം $1,000 മാക്സിമം നമുക്ക് ബൈനറിയിൽ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. $1,000 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് 90,000 രൂപ വരെ നമുക്ക് ഐഡിയിലൂടെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വെറും $50 മുടക്കി നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്കും അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് വേണമെങ്കിൽ 90,000 രൂപ ഡെയിലി ഇൻകത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു വലിയ അവസരമാണ്. ഇപ്പൊ ഒരു പക്ഷേ പല ആളുകളും ചിന്തിക്കുന്നുണ്ട്, ഒരു ദിവസം 90,000 രൂപ ഇൻകം വാങ്ങുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സാണ് വലുതാവേണ്ടത്. ഇപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മൾ പറയാണ് ഡെയിലി 90,000 രൂപ ഇൻകം എന്ന് പറയുമ്പോൾ പല ആളുകളെ സംബന്ധിച്ച് അവരുടെ ഫേസിൽ ഒരു ചിരിയൊക്കെ ഉണ്ടാവും, അല്ലെ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല.
പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതേ കാര്യം ഡെയിലി 90,000 രൂപ വരുമാനം ഉണ്ടെന്ന് ഞാൻ ഒരു പക്ഷെ MI യൂസഫ് അലിയോടോ അല്ലെങ്കിൽ റിലയൻസിന്റെ ഓണേഴ്സിനോടോ അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പിനോടോ അല്ലെങ്കിൽ ലോകത്തെ വലിയ വലിയ വ്യക്തികളോട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവരാരും ചിരിക്കില്ല. കാരണം അവർ ഡെയിലി അതിലേറെ വരുമാനം വാങ്ങിക്കുന്ന ആളുകളാണ്. കാരണം ഒരൊറ്റ റീസണേ ഉള്ളൂ, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വലിയൊരു ടീമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, MI യൂസഫ് അലിക്ക് 1,00,000 തൊഴിലാളികൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 1,00,000 തൊഴിലാളികൾ ഒരു ദിവസം 1 രൂപ ലാഭം ഉണ്ടാക്കി കൊടുത്താൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ വരുമാനം? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വരുമാനം 1,00,000 രൂപയാണ്. നിങ്ങൾക്ക് ഈ വരുമാനം ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നതല്ല. നാളെ ഒരു പക്ഷെ നിങ്ങളുടെ ടീമിൽ 10ഓ 100ഓ മെമ്പേഴ്സ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ദിവസം 90,000 രൂപ എന്നുള്ള ഈ ഒരു ഇൻകത്തിന്റെ ടേസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഒരു ഡൗട്ടും ഇല്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റും അതോടൊപ്പം തന്നെ ഈ പ്ലാനുമാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ എക്സ്ചേഞ്ച്, അപെക്സ് ടോക്കണിന്റെ എക്സ്ചേഞ്ച്, ഞാൻ പറഞ്ഞു നമ്മളെല്ലാ പ്രോജക്റ്റുകളും റൺ ചെയ്യുന്നത് നമ്മുടെ എക്സ്ചേഞ്ച് ത്രൂ ആണ്. ആ എക്സ്ചേഞ്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് മുമ്പുള്ള സ്ലൈഡാണ്. നമുക്ക് എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്തു. ആ എക്സ്ചേഞ്ചിൽ നമ്മളെ NFT മാർക്കറ്റ് പ്ലേസ്, അതോടൊപ്പം തന്നെ ICO, അതുപോലെ DeFi ആപ്ലിക്കേഷൻസ് ഒക്കെ വർക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് ഒരു സിസ്റ്റം വരുന്നു. അതുപോലെ ഒരു AI പ്രെഡിക്റ്റീവ് സിസ്റ്റവും വരുന്നുണ്ട്. അത്രയും പ്രോജക്റ്റുകൾ കമ്പനി പ്ലാൻ ചെയ്തിട്ടാണ് കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത്, നമുക്ക് ഇത് കുറച്ച് മുമ്പ് സ്ലൈഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു, കമ്മിങ് സൂൺ ഓൺ ലീഡിംഗ് എക്സ്ചേഞ്ചസ്, അതിൽ കൊടുത്തത് ബിറ്റ്മാർട്ട് ആയിരുന്നു. നമുക്കറിയാം ബിറ്റ്മാർട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ള എക്സ്ചേഞ്ചുകൾ വളരെ പെട്ടെന്ന് വരുന്നു. അടുത്തത് വരാൻ പോകുന്ന എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കുക്കോയിൻ ആണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ഓഫർ ഉണ്ട്, ഒരു തായ്ലാന്റ് ട്രിപ്പ് ഓഫർ കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ ആ ഓഫർ അച്ചീവ് ചെയ്യുന്ന ആളുകൾക്ക് ലൈവായിട്ട് കുക്കോയിൻ എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. അതുവരെ കമ്പനി പ്ലാൻ ചെയ്തു. വിത്തിൻ 6 മന്തിനുള്ളിൽ BP20 ഉള്ളത് നമ്മൾ ബിനാൻസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. അത്രയും പവർഫുൾ ആയിട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, അവസരങ്ങൾ എപ്പോഴും പലപ്പോഴും നമ്മൾ മിസ് ചെയ്യാറുണ്ട്. 2013 ബിറ്റ്കോയിൻ ഒക്കെ അത്യാവശ്യം പോപ്പുലർ ആയിരുന്നു. പല ആളുകളും നമ്മളെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. ബിറ്റ്കോയിൻ അത് വലിയ വളർച്ചയിലേക്ക് എത്തും, ചിലപ്പോൾ 1 രൂപ അല്ലെ 2 രൂപ ആ റേഞ്ചൊക്കെ നിന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കേട്ട ആളുകളുണ്ട്. പക്ഷെ നമ്മൾ മിസ് ചെയ്തു. 2014 ഡോജ് കോയിൻ വന്നു, അതും വലിയ വളർച്ചയിലേക്ക് പോയി. പക്ഷെ നമ്മൾ അതിന്റെ ഭാഗമാവാൻ പറ്റിയില്ല. 2015 XRP വന്നു. 2016 എത്തേറിയം, കാർഡാനോ, BNB, ചെയിൻ ലിങ്ക്, ഹെക്സ, ഷിബ് എന്ന് പറഞ്ഞ ഒരുപാട് ക്രിപ്റ്റോകൾ ഒരുപാട് സാധാരണക്കാരായ ആളുകളുടെ ലൈഫ് ചേഞ്ച് ചെയ്തു. പക്ഷെ അതൊന്നും ഒരു പക്ഷെ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിലും നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് 2024 നമുക്ക് മുമ്പിൽ ഒരു വലിയ അവസരം വന്നിട്ടുണ്ട്. അപെക്സ് ടോക്കൺ എന്നുള്ള ഒരു പ്രോജക്ട്. ഇന്ന് അതിന്റെ കറന്റ് പ്രൈസ് $0.1 എങ്കിൽ 2025 അവർ ടാർഗറ്റ് ചെയ്യുന്നത് $5 എന്ന് പറഞ്ഞ ഒരു ഫിഗറിലേക്കാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഫിഗറിൽ 2025 ലാസ്റ്റോട് കൂടി എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് $0.1 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് അതിന്റെ വാല്യൂ $1 ആയാൽ 10,00,000 രൂപ സെറ്റിലേക്ക് മാറും. ഒരു പക്ഷേ അത് $5 ആയാൽ അയാളുടെ എമൗണ്ട് എന്ന് പറഞ്ഞത് 50,00,000 രൂപയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ബിറ്റ്കോയിന് 1 രൂപ ഉള്ളപ്പോ നിങ്ങൾ വളരെ സിമ്പിൾ ആണ്. 1 രൂപ ഉള്ളപ്പോ 1,000 ബിറ്റ്കോയിൻ നിങ്ങൾ വാങ്ങിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് നിങ്ങളുടെ അസറ്റ് എന്ന് പറഞ്ഞത്, അതായത് വെറും 1,000 രൂപ നിങ്ങൾ മുടക്കിയിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ അസറ്റ് എന്ന് പറഞ്ഞത് 62 ലക്ഷം ഇൻറ്റു 1000 ആണ്. 62 ലക്ഷത്തിനോട് ഒരു 0 ചേർത്താൽ നമുക്കറിയാം 6 കോടി. 2,00,000 രൂപ. ഒരു 0 കൂടി ചേർത്താൽ നമുക്കറിയാം 62 കോടി. ഒരു 0 കൂടി ചേർത്താൽ മനസ്സിലാക്കുക 620 കോടി രൂപ ആസ്തിയുള്ള ഒരു വലിയ സമ്പന്നനായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുമായിരുന്നു. അതുപോലെ വലിയൊരു അവസരം നമുക്ക് മുമ്പിലുണ്ട്.